കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടി BJP ഇത്തവണ നിയമസഭയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു BJP നേട്ടത്തെ പറ്റി സംസാരിക്കാനായി ഇരിക്കൂർ മണ്ഡലത്തിലെ ഏക BJP മെമ്പർ എന്ന ശ്രീ ഗോപൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് BJPയുടെ ഈ ഒരു കടന്നുവരവിനെ പറ്റി സംസാരിക്കാം. ഇത്തവണത്തെ മത്സരത്തിൽ അതിൻ്റെ കേരളത്തിൽ 3 സ്ഥാനം ലഭിച്ചതിൽ ഇന്നലെ ആലക്കോട് ടൗണിൽ വെച്ചൊരു ആഹ്ലാദ പ്രകടനം കാണുകയുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിൽ ഇത്തവണ BJPക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? നമസ്കാരം. വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രതീക്ഷിച്ചതുപോലെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ പറയുന്നതിൽ വിഷമമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ BJPക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു. അതിനു മുമ്പ് നേമത്ത് രാജഗോപാൽജി അദ്ദേഹത്തിൻ്റെ ഒരു സീറ്റ് മാത്രമായിരുന്നു ചരിത്രത്തിൽ തന്നെ നമുക്ക് ആദ്യമായി കിട്ടിയത്. പക്ഷേ ഇത്തവണ നമുക്ക് നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും ഒക്കെ നമുക്ക് കിട്ടി എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയാം, ബംഗാളിലും ഇതേപോലെ തന്നെയായിരുന്നു. ബംഗാളിൽ 3 സീറ്റിൽ നിന്നാണ് BJP ഇപ്പം ഭരണത്തിലേക്ക് വന്നത്, വെറും 15-10 വർഷത്തിനിടയ്ക്ക്. അപ്പം ഒരു വലിയ മാറ്റമാണ്, ചരിത്ര വിജയം തന്നെയാണ്. ഇരിക്കൂറിൽ ഇത്തവണ 2020 മത്സരിച്ചത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത്? നമ്മളൊരു NDA മുന്നണിയായിട്ടാണ് നമ്മളിവിടെ മത്സരിക്കുന്നത്. കേരളത്തിലാണെങ്കിലും ഭാരതത്തിലെമ്പാടും NDA എന്നുള്ള പേരിലാണ് മത്സരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം പാർട്ടി ഇരിക്കൂറും 2020 കൊടുത്ത്. 2020യുടെ വികസന കാഴ്ചപ്പാടും ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടും തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട്. വികസിത ഇരിക്കൂറിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ഒരു പരിധിവരെ വിജയം കണ്ടിട്ടുമുണ്ട്. ഏകദേശം 2000-ഓളം വോട്ടുകൾ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ 2020 ഇത്തവണ നിർത്തിയത് ഒരു മികച്ച തീരുമാനമായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും മികച്ച തീരുമാനമായിരുന്നു. നമ്മുടെ ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു വലിയ മാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു പാർട്ടി. ഇത്തവണ UDF ജയിച്ചു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയേക്കാം എന്നുള്ള ഒരു വാർത്തയും ഇപ്പം ഓടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ ഇരിക്കൂറിലായിരിക്കും വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വെക്കുക. അതിനെങ്ങനെയാണ് BJP നേതാവ് എന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിൻ്റെ ഒരു അഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇരിക്കൂർ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഒരാൾ മത്സരിച്ച്, സജീവ് ജോസഫിനെ പോലെ ഒരാൾ മത്സരിച്ച് നല്ലൊരു ഭൂരിപക്ഷത്തിൽ എത്തിയ ഒരു സ്ഥലത്ത് ഇനിയൊരു മത്സരം വയ്ക്കുക എന്ന് പറയുന്ന ജനത്തോട് കാണിക്കുന്ന ഒരു അഹന്തയും ശരിക്കും ഒരു തോന്നിയവാസമാണ് എന്ന് പറയാം. ഇത് ജനാധിപത്യത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. ആര് മത്സരിച്ചാലും അത് ഇനിയൊരു മത്സരം ഇരിക്കൂറിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് കോൺഗ്രസ് കാണിക്കുന്ന ഒരു മോശം കാര്യമായിട്ടാണ് ഇവിടുത്തെ ജനത കാണുകയുള്ളൂ. തീർച്ചയായിട്ടും അതാര് വന്നാലും. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPയിലേക്ക് വരികയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും സ്വീകരിക്കുക? മണി കോൺഗ്രസ് NDAയിൽ വരണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഒരു വികസിത കേരളത്തിന് വേണ്ടി കൈകോർത്ത് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ മണി കോൺഗ്രസിനും നല്ലത് NDAയിൽ വരുന്നത് തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചിട്ടൊക്കെ അത് കൂടുതൽ ശക്തിയാവും എന്നുള്ളത് തന്നെയാണ്. ഇനി വരും കാലങ്ങളിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇരിക്കൂർ മണ്ഡലത്തിൽ ഏക BJP മെമ്പർ എന്ന നിലയിൽ എന്തൊക്കെ വികസനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു അല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. വികസിത ആലക്കോടിന് വേണ്ടിയാണ് നമ്മൾ ആലക്കോട് പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ അഥവാ NDA മത്സരിച്ചത്. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ആലക്കോടിന് വേണ്ടി ചെയ്യാനുണ്ട്. നമുക്കറിയാം, ആലക്കോട് ശ്രീ PR രാമവർമ്മരാജ കൊണ്ടുവന്ന സ്ഥാപനങ്ങളല്ലാതെ പുതിയൊരു സ്ഥാപനവും ആർക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കാലങ്ങളായിട്ട് ആലക്കോട് നമുക്കൊരു ഹെൽത്ത് സെൻ്റർ ഇല്ല. ആലക്കോട് അതേപോലെ നമുക്ക് നല്ലൊരു കോളേജില്ല, നല്ലൊരു ഹോസ്പിറ്റലില്ല. ഇതൊക്കെ ആലക്കോടിൻ്റെ ഇപ്പോഴും ഒരു കുറവായിട്ട് കാണുന്നുണ്ട്. ആലക്കോട് നിരവധിയായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായിട്ട് കെട്ടിടങ്ങളുമില്ല. അപ്പം അതേപോലെ തന്നെയാണ് ആലക്കോട് ഒരു ഹെറിറ്റേജ് പാത്ത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. അതേപോലെ ഒരു ഓപ്പൺ ജിമ്മ്, ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണ്. അതേപോലെ ആലക്കോട് ഇനിയും ഒരുപാട് മാറാനുണ്ട്. ഒരുപാട് നിരവധിയായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്, ഒരുപാട് പ്ലാനും ഉണ്ട്, നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ
ആലക്കോട് മനസ്സിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഈ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ് ആലക്കോട്. പക്ഷേ ടൂറിസം ഇതുവരെയും നമുക്ക് വേണ്ട രീതിയിൽ പൈതൽമല ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ ആലക്കോട് മാറി മാറി വന്ന സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആലക്കോടാണ് വൈതൽമലയുടെ ഒരു കവാടവും ആലക്കോട് തന്നെയാണ്. നമുക്കറിയാം മഞ്ഞപ്പുല്ല് വഴി നമ്മൾ വൈതൽമലയിലേക്ക് കയറുന്ന അത്രയും ഭംഗി എവിടെയില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഈ വൈതൽമലയുടെ ഒരു സൗന്ദര്യം എവിടെയും കണ്ടില്ല. ഈവൻ കാശ്മീർ അടക്കം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈതൽമലയുടെ ഒരു സൗന്ദര്യം ഇപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ആ ടൂറിസം സാധ്യത വേണ്ട രീതിയിൽ നമുക്ക് മുതലെടുക്കാൻ കഴിയണം. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വൈതൽമലയിൽ നിന്ന് നിരവധിയായിട്ടുള്ള പുഴകൾ ഉത്ഭവിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ പുഴയെല്ലാം മലിനപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മലിനമില്ലാത്ത ഒരു പുഴ, അതുപോലെ ഒരു പുഴയ്ക്ക് സംരക്ഷണം, പുഴയുടെ രണ്ട് സൈഡും ഭിത്തിയൊക്കെ കെട്ടി പുഴ സംരക്ഷിക്കുന്ന ഒരു ആലക്കോട് പുഴ സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ളൊരു വലിയ കാഴ്ചപ്പാടും നമുക്കുണ്ട്. നമുക്കറിയാം ഇപ്പം കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണിത്. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ വൈതൽക്കുണ്ടിൽ ശരിക്കും വേണ്ട രീതിയിൽ ഒരു മോട്ടറും വയ്ക്കാതെ അവിടുന്ന് തന്നെ നമുക്ക് ത്രൂ ആയിട്ട് വെള്ളം നമുക്ക് ആലക്കോട് മൊത്തമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഇതുണ്ട്. അതേപോലെ നിരവധിയായിട്ടുള്ള പദ്ധതികളും പ്ലാനും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ആലക്കോടിൻ്റെ ടൂറിസവും ആലക്കോടിൻ്റെ ഈ ശുചിത്വം ആലക്കോടും ഒക്കെയാണ് പ്രധാനമായിട്ടും സ്വപ്നം കാണുന്നത്. കേന്ദ്രത്തിൽ നിന്നും ഒരു BJP ഫണ്ട് വഴി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? വളരെ നല്ലൊരു ചോദ്യമാണ്. വികസിത ആലക്കോടിന് വേണ്ടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കാണുകയും അതേപോലെ തന്നെ സദാനന്ദ മാഷ്, അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, അതേപോലെ PT ഉഷ, ഇവരിൽ നിന്നൊക്കെയാണ് നമുക്ക് കേന്ദ്ര പദ്ധതികൾ നമുക്ക് ഒരു BJP മെമ്പർ എന്നുള്ള നിലയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇവരെല്ലാം കണ്ട് നമ്മളെ ഈ വികസിത ആലക്കോടിന് വേണ്ടിയുള്ള പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള സദാനന്ദ മാഷയെ കണ്ട് നമുക്ക് കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ആലക്കോട് വെളിച്ചമില്ലാത്ത ആലക്കോട് അത് മാറ്റി നമുക്ക് കുറച്ച് മിനിമാസ് ലൈറ്റുകൾ അതിനുള്ള ഒരു സാധ്യത. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഹെറിറ്റേജ് പാത്ത്, നമ്മുടെ ആലക്കോട് പള്ളി മുതൽ അരങ്ങം ക്ഷേത്രം വരെയുള്ള ഏകദേശം 2 കിലോമീറ്ററോളം റോഡിൻ്റെ ഇരു സൈഡും മോടി പിടിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ സ്വപ്നമാണ് ഹെറിറ്റേജ് പാത്ത്. ഇതും നമ്മുടെ ഒരു സ്വപ്നമാണ്. ഇതിനു വേണ്ടിയും പദ്ധതികൾ നമ്മുടെ MP-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലക്കോടിനെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഒരുപാട് സന്തോഷമുണ്ട്. AK ന്യൂസ് ആലക്കോട് ഇപ്പം പുതുതായിട്ട് ആരംഭിച്ചാണ് AK ന്യൂസ് എന്ന് ഞാൻ അറിയുന്നു. AK ന്യൂസിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്.